20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2019 UDF നേടിയത് 19 ലോക്സഭാ മണ്ഡലങ്ങളായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 നേടണമെന്ന കണക്കുകൂട്ടലുകളുടെ പുറത്ത് ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയായിരുന്നു കോൺഗ്രസ് കളത്തിലിറക്കിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസിന് കാര്യമായ രീതിയിൽ അടിതെറ്റിയത് തൃശ്ശൂരായിരുന്നു. എന്നാൽ അതിനേക്കാൾ കാര്യമായ രീതിയിൽ അടിപതറിയത് തിരുവനന്തപുരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സാക്ഷാൽ ശശി തരൂർ വിജയിച്ചെടുത്ത് 15,000-ന്റെ അരികിലേക്ക് മാത്രം ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അതിൽ സംഘടനാപരമായ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്ന കണക്കൂട്ടലാണ് നിലവിൽ കോൺഗ്രസിലുള്ളത്. തൃശ്ശൂരിലും ഇതേ അവസ്ഥ തന്നെയാണ് കോൺഗ്രസിനുണ്ടായത്. സംഘടനാപരമായ തകർച്ചയുടെ പുറത്ത് നേതൃത്വത്തെ മുഴുവൻ മാറ്റുക, പുതിയ നേതൃനിരകളെ കൊണ്ടുവരിക എന്ന കോൺഗ്രസിന്റെ തീരുമാനം ആദ്യം എടുക്കുവാൻ പോയത് തിരുവനന്തപുരത്താണെങ്കിൽ പോലും തൃശ്ശൂരുണ്ടായ ചില കയ്യാങ്കളിയും പ്രശ്നങ്ങളും കാരണമാണ് തൃശ്ശൂരേക്ക് ആദ്യ അന്വേഷണ കമ്മീഷൻ എത്തിയതും തീരുമാനം എടുത്തതും. അങ്ങനെ തൃശ്ശൂരിന്റെ DCC പ്രസിഡന്റിനെ മാറ്റി പാലക്കാട് MP ആയ VK ശ്രീകണ്ഠനെ താൽക്കാലികമായി അവിടേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ഉയരുന്നത് തിരുവനന്തപുരത്തെ പ്രശ്നമാണ്. 4ാം തവണയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ചു വരുന്നത്. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ശശി തരൂരിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാണേണ്ടി വന്നത്. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല ശശി തരൂർ എന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർക്കും ഒപ്പം ശശി തരൂരിനും പ്രാദേശിക നേതാക്കന്മാർക്കുമൊക്കെ വ്യക്തമായി അറിയാം. പിന്നെയും എന്തുകൊണ്ട് ശശി തരൂർ പരാജയപ്പെട്ടു? രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലഭിച്ചത് ആകെ 35 ദിവസമാണ്. 35 ദിവസം കൊണ്ട് 3 തവണ അടുപ്പിച്ച് തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്ന ശശി തരൂരിനെ 1 ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹത്തെ 15,000-ലേക്ക് തളർത്തിക്കെട്ടുവാൻ കഴിയുന്ന തരത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ കരുത്ത് വർദ്ധിച്ചതാണോ, അതോ സംഘടനാപരമായി കോൺഗ്രസിന്റെ കരുത്ത് ദുർബലപ്പെട്ടു പോയതാണോ എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റായ പാലോട് രവിയെ മാറ്റണം എന്ന തീരുമാനമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ പാലോട് രവിക്കെതിരായി പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിയുടെ അണികളിൽ നിന്നും കാര്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടിയെ കാര്യമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ഒന്നും തന്നെ പാലോട് രവി തിരുവനന്തപുരത്ത് നടത്തുന്നില്ല എന്നൊരു അഭിപ്രായമാണ് അണികൾക്കിടയിലും നേതാക്കന്മാർക്കിടയിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിമർശനം ഉയർന്ന സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലോട് രവി തന്റെ രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. അന്ന് പാലോട് രവിക്ക് കൃത്യമായി അറിയാം തന്റെ രാജിക്കത്ത് സ്വീകരിക്കില്ല എന്ന്. കാരണം പാലോട് രവിയുടെ രാജിക്കത്ത് സ്വീകരിച്ചാൽ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടാവുകയും അത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും സ്ഥാനാർത്ഥിയെ ബാധിക്കുകയും ഒരുപക്ഷേ ശശി തരൂർ പരാജയപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കണക്കൂട്ടലാണ് അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യം അങ്ങനെയല്ല. വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീഴേണ്ടതായിരുന്നു ശശി തരൂരും കോൺഗ്രസും. തീരദേശ മേഖല പിന്നെയും തുണഞ്ഞതുകൊണ്ട് മാത്രമാണ് ശശി തരൂർ വിജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റായ പാലോട് രവിയെയും DCC നേതൃത്വത്തെയും മാറ്റണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വം എത്തിയിട്ടുണ്ട്. പാലോട് രവിക്ക് പകരം പുതിയ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് മുൻ MLA ആയ KS ശബരിനാഥ്, RV രാജേഷ്, JS അഖിൽ, ചെമ്പഴന്തി അനിൽ എന്നിവരെയാണ്. പാർട്ടിക്ക് തിരുവനന്തപുരത്തുണ്ടായ വലിയ വോട്ട് ചോർച്ച കാര്യമായ രീതിയിൽ തന്നെ ചർച്ചയ്ക്കെടുത്തത് പാർട്ടിക്ക് തിരുവനന്തപുരത്തുണ്ടായ ചോർച്ച ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രബലമായ ശക്തി കേന്ദ്രം തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പം ആകെ നിൽക്കുന്നത് കോവളം മാത്രമാണ്. കോവളം MLA വിൻസെന്റ് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് ആകെയുള്ള ഒരു MLA. ബാക്കി എല്ലാ ഇടങ്ങളിലും വലിയ പരാജയം തന്നെയാണ് കോൺഗ്രസ് നേരിട്ടത്. അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ട തരത്തിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ കണക്കുകൂട്ടലാണ് നിലവിൽ പാലോട് രവിയെ മാറ്റണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല, ആറ്റിങ്ങലിലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടിരിക്കുന്നത്. 2019 മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച അടൂർ പ്രകാശ് ഇഞ്ചോടിഞ്ചി പോരാട്ടത്തിന്റെ ഒടുവിൽ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. ആ വിജയത്തിന്റെ പകിട്ട് കാര്യമായി കുറഞ്ഞതിന്റെ പിന്നിലെ കാരണം പാലോട് രവി അടക്കമുള്ള തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വമാണ് എന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിലും പുറത്തും സജീവമായി ഇപ്പോഴുള്ളത്. അതുകൊണ്ട് പാലോട് രവിയെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉടലെടുക്കുന്നുമുണ്ട്. വരുന്ന 20-ാം തീയതി പാർട്ടി നേതൃയോഗം കൂടുന്നതിന് ശേഷം DCC പ്രസിഡന്റായ പാലോട് രവിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിലവിൽ സാധ്യതാ പട്ടികയിലുള്ള KS ശബരിനാഥിനെയോ RV രാജേഷിനെയോ JS അഖിലിനെയോ
ചെമ്പഴന്തി അനിലിനെയോ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന തീരുമാനമാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത്. കൂടാതെ യുവജന നേതാക്കന്മാരുടെ ചിന്തൻ ശിബിരിൽ അവരെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം 50% യുവാക്കളെ വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിലും സംഘടനാ നേതൃത്വത്തിലും ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അത് കാര്യമായ രീതിയിൽ പരിഗണിക്കേണ്ടത് നിലവിൽ കോൺഗ്രസിന്റെ വലിയ ഒരു ഉത്തരവാദിത്തമായി മാറിയിട്ടുമുണ്ട്. KPCC അത് കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KS ശബരിനാഥും JS അഖിലും അടങ്ങുന്ന യുവ നേതാക്കന്മാർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം, എറണാകുളം അടങ്ങുന്ന യുവജന നേതാക്കന്മാർ നയിച്ച യുവജന നേതാക്കന്മാർ DCC പ്രസിഡന്റായിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം മികച്ച മുന്നേറ്റമാണ് കോൺഗ്രസ് നേടിയത്. അതുകൊണ്ട് നിലവിൽ കാര്യമായ രീതിയിൽ പ്രവർത്തനമൊന്നും നടക്കാത്ത തിരുവനന്തപുരം അടക്കമുള്ള 10ഓളം ഇടങ്ങളിലെ DCC പ്രസിഡന്റുമാരെ മാറ്റണം എന്ന തീരുമാനമാണ് കോൺഗ്രസിൽ നിന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റായ പാലോട് രവിയും ആലപ്പുഴ DCC പ്രസിഡന്റായ ബാബു പ്രസാദ് അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ മാറ്റി അവിടേക്ക് ചെറുപ്പക്കാരായ നേതാക്കന്മാരെ പരിഗണിക്കണമെന്ന തീരുമാനമാണ് 20-ാം തീയതി കോൺഗ്രസ് എടുക്കുവാൻ പോകുന്നത് എന്ന് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കന്മാരിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നു. എന്തായാലും നേതൃയോഗത്തിന് ശേഷം പാലോട് രവി DCC പ്രസിഡന്റായി തുടരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. 2024 പാർട്ടി നേരിട്ട വലിയ ആഘാതം നിലവിൽ പരിഹരിച്ചേ മതിയാകൂ DCCക്ക്, പ്രത്യേകിച്ച് KPCCക്കും. പാലോട് രവിയെ മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയും CWC മെമ്പറുമായ ശശി തരൂരും ഒപ്പം ആറ്റിങ്ങലിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശിന്റെ അടക്കമുള്ള അഭിപ്രായത്തിന് പുറത്താണ് പാലോട് രവിയെ നിലവിൽ മാറ്റണമെന്ന തീരുമാനം ശക്തമായി പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നത്. പാലോട് രവി മാറിയാൽ അവിടേക്ക് ഒരു ചെറുപ്പക്കാരനെ പരിഗണിച്ച് പാർട്ടിയെ പഴയ പ്രൗഢഗംഭീരമാർന്ന കാലത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് നിലവിൽ പാർട്ടിക്കുള്ളത്. അടിത്തറ ഇളകിപ്പോകാതെ സംരക്ഷിക്കേണ്ടത് KPCCയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് DCC പ്രസിഡന്റ് പാലോട് രവിയെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒരു യുവ നേതാവിനെ പരിഗണിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്.